അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ചൊവ്വാഴ്ചകളിലും മനസ്സിന് സമാധാനം നൽകിക്കൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി പ്രതീക്ഷയുള്ള ഒരു ജീവിതത്തിലേക്ക് വഴി നടത്തിക്കൊണ്ട് ലൈവ് കൗൺസിലിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് കൗൺസിലിംഗിലേക്ക് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും പീസ് റേഡിയോ ആപ്പിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ചോദ്യങ്ങൾ സമർപ്പിക്കാം. അതുപോലെ തന്നെ ലൈവ് കൗൺസിലിങ്ങിൻ്റെ നമ്പറിലേക്കും ചോദ്യങ്ങൾ അയക്കാം. 95 44 845 840 എന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാം. നിങ്ങളുടെ വ്യക്തി വിവരങ്ങൾ സുരക്ഷിതമായിട്ടാണ് ഇൻഷാ അല്ലാഹ് കൈകാര്യം ചെയ്യുക എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മൗലവി, നമ്മൾ നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിപരമായി ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ട് എന്നൊരു റിക്വസ്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരാൾക്ക് വേണ്ടിയാണ് ചോദ്യം ചോദിക്കുന്നത്. അവരുടെ മകളുടെ വിവാഹ ജീവിതം ആകെ തകർന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആ കുട്ടി ഒരു ആത്മഹത്യക്ക് വരെ ശ്രമിച്ച സാഹചര്യമുണ്ട്. കുടുംബത്തിന് വളരെ പ്രയാസം അനുഭവിക്കുന്നു. ഇതിൽ ഇപ്പോൾ ഇത് എഴുതാത്ത കുറേ കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അനിവാര്യമായി ഈ ലൈവ് കൗൺസിലിംഗ് കേൾക്കുന്ന ആൾ തന്നെ ആയിരിക്കും. അപ്പോൾ മൗലവിയുടെ ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചോദ്യത്തിന്? അതെ, നമ്മൾ പിന്നെ പൊതുവേ നമ്മളെ പീസ് റേഡിയോ ആയിട്ട് ബന്ധപ്പെടുന്ന പല ആളുകളും ഈ ആവശ്യം ഉന്നയിക്കാറുണ്ട്. നിരന്തരമായി നമ്മുടെ ഫോണിലേക്ക് ദിവസവും ധാരാളം കോളുകൾ ഇത് ആവശ്യപ്പെട്ട് വിളിക്കുന്നുണ്ട്. തീർച്ചയായും അവരുടെ ആവശ്യം ന്യായമാണ്. ഒന്ന്, മതപരമായ നിലക്കൊരു അഡ്വൈസ്, ഒരു ഉപദേശമാണല്ലോ. നമ്മളിവിടെ കൗൺസിലിംഗ് എന്ത് പേര് പറഞ്ഞാലും അവർ നമ്മളോട് ചോദിക്കുന്നത് ഒരു ദീനിയായിട്ടുള്ള ഒരു ഉപദേശമാണ്. അപ്പോൾ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അത് നമുക്കറിയാം. അതേപോലെ തന്നെ ഒന്ന്, ഒരു സമയമോ സന്ദർഭമോ ഒന്നും നോക്കാതെ തന്നെ മനുഷ്യൻ തൻ്റെ പ്രശ്നങ്ങളുമായിട്ട് വരുന്നൊരു സന്ദർഭത്തിലാണ് ഇവരിങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ജീവൽ പ്രശ്നമാണ്. ഇതൊക്കെ വെച്ച് നമ്മൾ അവരെ സഹായിക്കണം. സത്യത്തിൽ നമ്മൾ ഈ ലൈവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം തന്നെ ആരംഭിച്ചത്, നമുക്കിപ്പോൾ ഇവിടെ 1 മണിക്കൂർ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മളൊരു 4, 5, 6 ഏകദേശം 10 കേസ് വരെ നമ്മളിവിടെ പറയുന്നുണ്ട്. നേരെ മറിച്ച് നമ്മളൊരു ഫിസിക്കലായി ഒരു കൗൺസിലിങ്ങിന് ഇരിക്കുകയാണെങ്കിൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ വേണം നമുക്കൊരു കേസ് എന്ത് ചെയ്യാണ് കൈകാര്യം ചെയ്യാൻ. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ ഇത് പഴയ കാലത്തൊക്കെ 1, 2 കേസുകളൊക്കെ ആകുമ്പോൾ നമ്മൾ ഒഴിവുള്ള സമയത്ത് വരാൻ പറയും, ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ജോലിയും മറ്റു കാര്യങ്ങൾക്കും ഇടയിൽ ഇവർക്ക് ഇത്രയും ദീർഘമായൊരു സമയം നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവരെ പ്രശ്നം കേട്ട് വലിയ ആഗ്രഹം കൊണ്ടും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൊണ്ടും നമ്മൾ അവരോട് വരാൻ പറഞ്ഞാൽ തന്നെ അവരോടൊന്നും നമുക്ക് നീതി പുലർത്താൻ പറ്റുന്നില്ല. കാസർഗോഡ് നിന്ന് കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് അവർക്ക് വേണ്ട ഒരു സമയം കൊടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ പലപ്പോഴും അഭിമുഖീകരിച്ചപ്പോഴാണ് നമ്മളെന്താണ് ആളുകൾക്ക് ഫോണിൽ വിളിക്കാം, നമ്മൾ ആരെയും തടസ്സപ്പെടുത്തുക. അവർ ഫോണിൽ വിളിക്കുമ്പോൾ ഫോണിൽ നമ്മൾ അവരുടെ കാര്യങ്ങൾ കേട്ട് ചിലർക്ക് ഫോണിൽ നമുക്ക് ചില പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ഫോൺ വഴി നടക്കാവുന്നൊരു ഉപദേശം, അത് എല്ലാ കേസും നമുക്ക് പറ്റിക്കോളുന്നില്ല, കൊടുക്കാം. അതിനപ്പുറത്തേക്കൊരു സമയം അനുവദിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അപ്പോൾ ചിലതൊക്കെ ഫോൺ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് വല്ല യാദൃശികമായ സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ വരാൻ പറയാറുണ്ട്. പക്ഷേ ഒരു പ്രൊഫഷണലായി ഇതൊരു ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ വരുന്ന കേസുകളൊക്കെ സ്വീകരിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ നിസ്സഹായത നമ്മൾ അവരെ അറിയിക്കാം. പക്ഷെ അതോടൊപ്പം നമ്മുടെ ഈ ലൈവ് കൗൺസിലിങ്ങിലും അതേപോലെ ഫോൺ വഴിയൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറയാനേ പറ്റുള്ളൂ. ഈ ലൈവ് കൗൺസിലിങ്ങിനെ തന്നെ ഒരു നേരിട്ടുള്ള കൗൺസിലിംഗ് ഉപയോഗപ്പെടുത്തിയ ഒരാളുടെ ഒരു ചോദ്യത്തിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യം അയച്ചിരുന്നു. ആ ചോദ്യം ഭാര്യയാണ് അയച്ചിരുന്നത്. ഇപ്രാവശ്യം അവരുടെ ഉമ്മ ആ ചോദ്യത്തിന് ഒന്നുകൂടി വിശദീകരിച്ചല്ല അടുത്തൊരു സ്റ്റെപ്പിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മറുപടി കൊടുത്ത വിഷയം, നേരത്തെ നമ്മൾ സംസാരിച്ച വിഷയം തന്നെ, അതിലെ എല്ലാ സ്റ്റെപ്പുകളും അവർ എടുത്തു നോക്കിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈ പൂരത്തിന് പോകൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. കുട്ടികളായി, ഒന്നാമത്തെ കുട്ടിയാകുമ്പോൾ ശരിയാവുമെന്ന് വിചാരിച്ചു, രണ്ടാമത്തെ ആവുമ്പോഴും അങ്ങനെ കുട്ടികളാവുമ്പോഴൊക്കെ ശരിയാവുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയതാണ്. നിങ്ങൾ പരിഹാരമായി പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുടുംബങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട് ഒഴിവാകണമെന്ന്.
അപ്പോൾ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? നമ്മൾ പൊതുവേ ഇത്തരം കേസുകളിൽ നമ്മൾ എടുക്കുന്നൊരു പോളിസി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ദാമ്പത്യ പ്രശ്നം നമ്മളിലേക്ക് വരുന്നത് അത് പരിഹരിച്ചത് സുഗമമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണല്ലോ ചോദിക്കണം. അപ്പോൾ നമ്മൾ ആരോടും നിങ്ങൾ വിവാഹമോചിതരായിക്കോളൂ അല്ലെങ്കിൽ തൽക്കാലം അയാൾ ഒഴിവാക്കിക്കോളൂ എന്ന് പൊതുവേ നമ്മൾ ഉപദേശിക്കാറില്ല. അത് സ്വാഭാവികമായി സംഭവിക്കും. ഇപ്പോൾ ഇസ്ലാമികമായിട്ട് ഇപ്പോൾ ഇവരെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, 2 പ്രധാന പ്രശ്നങ്ങൾ ഇവരിതിൽ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, ഇയാളുടെ അധാർമികത, നമസ്കാരം അല്ലെങ്കിൽ ദീനീ ചിട്ടകളൊന്നുമില്ലാത്ത ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരാളാണെങ്കിൽ തന്നെ അത് ഒരു സ്ത്രീക്ക് എന്താണ്, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാം. അതിലുപരി ഒരു സ്ത്രീക്ക് ഭർത്താവിനോട് ഒരു ഖുൽഉ ആവശ്യപ്പെടാനുള്ള മറ്റൊരു കാരണമാണെന്ത്, സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി ഇവിടെ കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നില്ല എന്ന് വരുമ്പോഴും അവർക്ക് ഒഴിവാവാം. അപ്പോൾ ഒഴിവാവുക എന്നുള്ളത് എന്തല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. അത് അവർക്ക് നിവർത്തില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് അയാളോട് ഇനി നിങ്ങളെ കൂടെ എനിക്ക് പറ്റില്ല, നിങ്ങൾ നമ്മൾ വിവാഹമോചനം ചെയ്ത് തരണം എന്ന് അയാളോട് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യപ്പെടുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷെ നമ്മളെപ്പോഴും എന്താണ്, മക്കളും കുട്ടികളൊക്കെ ഉള്ള ഒരു കുടുംബമാകുമ്പോൾ ശരിയാവാൻ പറ്റുമോ, ശരിയാക്കാൻ ശ്രമിക്കൂ, ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്നേ നമ്മൾ ലൈവ് കൗൺസിലിങ്ങിൽ സാധാരണഗതിയിൽ അഡ്വൈസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവരിതൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണെങ്കിൽ അയാളൊന്ന് മാറി നിൽക്കലാണ് അവരുടെ ഭാവിക്ക് നല്ലതെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ഇസ്ലാമികമായ ഒരു തടസ്സം നമ്മൾ കാണുന്നില്ല. അതെ, പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടി, അതിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഇനിയും പറഞ്ഞ് അടുത്ത ഒരു എപ്പിസോഡിൽ കൂടി അതിൻ്റെ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്പറിലൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ പറഞ്ഞ വിഷയമാണ്, അതിൽ ഇന്ന ഭാഗം കൂടി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു കാര്യം ഇന്നത് ചോദിക്കാനുണ്ട്, ഒക്കെ ആ ചോദ്യങ്ങൾ കൂടി ഉത്തരം കണ്ടെത്താനുള്ള അവസരം റേഡിയോ ഒരുക്കുന്നുണ്ട്. നേരിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ അയക്കാവുന്നതാണ്. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, വളരെ സ്വകാര്യമായി മാത്രമായിരിക്കും ആ വിഷയം കൈകാര്യം ചെയ്യുക. മൊലി, അടുത്ത ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഭർത്താവും ഞാനും എപ്പോഴും പ്രശ്നമാണ്, നിസ്സാര കാര്യത്തിനും വലിയ തർക്കങ്ങളാണ്, വീട്ടിലൊരു സമാധാനമില്ല, എന്ത് പ്രശ്നം ഉണ്ടാക്കാതെ നോക്കിയാലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇവരിതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് കുറച്ച് ഗൗരവത്തിലാണ് അവർ അവതരിപ്പിക്കുന്നത്. ഉമ്മയും നാത്തൂനുമാണ് അവിടുത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, ഇവരാണ് വീട്ടിലെ എല്ലാ ജോലികളും എടുക്കുന്നത്, പക്ഷേ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും അവരുടെ അനുവാദം വേണം. ഇതിലുള്ളൊരു വാചകം ഇങ്ങനെയാണ്, ചിലപ്പോൾ വയറിൽ ഷാൾ മുറുക്കി കെട്ടിവെക്കും, പേടിയാണ് കഴിക്കാൻ, എന്താണോ കഴിച്ചത് അത് പിന്നീട് ഛർദ്ദിക്കുന്നതുവരെ പറയും, ഭർത്താവിന് സ്വയം തീരുമാനമില്ല. പിന്നെ അവർ പറഞ്ഞ അടുത്തൊരു പ്രശ്നം, ഇവരുടെ ഭർത്താവ് അവരുടെ കിടപ്പറ വിവരങ്ങളൊക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നുണ്ട്, പങ്കുവച്ച വിവരം ഇവരറിഞ്ഞത് ഭർത്താവ് അറിഞ്ഞിട്ടില്ല എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. ആളുകളുടെ മുമ്പിൽ വെച്ചും ചീത്ത പറയുന്നു, വിശന്നാൽ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം വീട്ടിലുണ്ട്. ഇങ്ങനെ ഈ വയറ്റിൽ ഷാൾ കെട്ടി വെക്കുന്നു എന്നുള്ളത് അവർ 2 തവണ എഴുതിയതായിട്ട് കുറേ കാലമായി അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല, അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്നാൽ ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അവരെ വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭർത്താവ് വിളിച്ചാൽ പോകാതെ നിന്നാൽ എനിക്ക് ശിക്ഷ കിട്ടുമോ, ഞാൻ എന്തു ചെയ്യും? നമ്മൾ ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് നടക്കുമ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് വിവാഹം ഭയമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വലിയൊരു ശതമാനം കുട്ടികൾ വിവാഹം ഭയമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഭയം എന്ന് ചോദിക്കുമ്പോൾ ഒരു ഭർതൃ വീട്ടിലെ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ഇത്തരത്തിലുള്ള ചില ഭയങ്ങളിൽ നിന്നാണ് അതൊക്കെ ഉത്ഭവിക്കുന്നത്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞത്, നിങ്ങളൊന്നും പേടിക്കണ്ട, കാരണം നിങ്ങളെ സംതൃപ്തിയോടുകൂടെ സ്വീകരിച്ച നല്ല കരുത്തുള്ള ഗഡ്സുള്ള ഒരു ഭർത്താവാണ് നിങ്ങളുടേതെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ വീട്ടിലുണ്ടാകുന്ന നാത്തൂൻ അമ്മായിമ്മ പീഡനങ്ങൾക്കുള്ള ശരിയായ പരിഹാരമെന്ന് പറഞ്ഞാൽ, താൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ വളരെ ധൈര്യപൂർവ്വം സംരക്ഷിക്കുവാനും അവൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനും, അത് മാതാപിതാക്കളെ അനുസരണക്കേട് കാണിക്കാതെ, അവരെ അവഗണിക്കാതെ, അവരെ അനാദരിക്കാതെ വളരെ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യാണ് ഇവളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഭർത്താവ് നിർബന്ധമായും കൊടുക്കേണ്ട ഒന്നാണ് ഭക്ഷണം. അതിന് അവൾക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല.
പിന്നെന്താണെന്ന് വിചാരിച്ചാൽ ഒരു സ്വസ്ഥമായ താമസം, അതൊരു ഭർത്താവ് ഭാര്യയ്ക്ക് നൽകേണ്ട അടിസ്ഥാനപരമായ അവകാശമാണ്. അത് അവൾക്ക് അവിടെ ഇല്ല. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഒരു പെൺകുട്ടി അവിടെ ജീവിച്ചു പോകുക എന്നുള്ളത് എങ്ങനെ സാധ്യമാകും? ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്താണ്, അവളെ പീഡിപ്പിക്കുകയും ഈ പീഡനങ്ങളെല്ലാം നടത്തുന്ന വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം അത്തരത്തിലൊരു ഉണർന്ന് പ്രവർത്തിക്കലിന് തയ്യാറായേക്കും. കാരണം ഇവരിപ്പോൾ അവിടെ നിന്ന് പോന്നപ്പോൾ അവൻ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുക, അവരോട് പറയേണ്ടത് എനിക്ക് വരാൻ ഒരു പ്രശ്നമില്ല, എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ ഇഷ്ടമാണ്, ഞാൻ വരാം. പക്ഷേ എനിക്കെന്താണ്, വിശക്കുന്നതിന് ഭക്ഷണം വേണ്ടേ, എനിക്കവിടെ ഒരു സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റണ്ടേ, അതിന് എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരുന്നു അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അതിലെന്ത് തെറ്റാണുള്ളത്? അതിലെന്ത് ശിക്ഷയാണുള്ളത്? വരില്ലെന്ന് ഭർത്താവ് വിളിച്ചാൽ വരില്ലെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ നമ്മൾ ആ പശ്ചാത്തലം മനസ്സിലാക്കണം. അതായത് നേർക്ക് ഭക്ഷണം കിട്ടാത്ത, സംരക്ഷിക്കപ്പെടാത്ത ഒരു വീട്ടിൽ എന്താണ്, ഇവിടെ തന്നെ നീ നിൽക്കണം എന്ന് നിർബന്ധപൂർവ്വം പറയുകയും വേണ്ടതൊന്നും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയിൽ ഭർത്താവ് വിളിച്ചാൽ പോകണമെന്ന് വെച്ചാൽ പോകാതിരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവർ പറയേണ്ടത് ഞാൻ വരും, ഞാൻ നിങ്ങളുടെ ഭാര്യ തന്നെയാണ്, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും വരും. അതിന് എന്ത് ചെയ്യണം, എനിക്ക് മാന്യമായ താമസം, സുരക്ഷിതത്വം, ഭക്ഷണം ഇത് കിട്ടണം. അപ്പോൾ അത് കിട്ടുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരും. അത് കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം, ഞാൻ എല്ലായിടത്തും വരാം, ഇവിടെ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാം. അതല്ല നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം. വരാൻ തടസ്സം ഭർത്താവിനെ അനുസരിക്കാതിരിക്കുന്നതല്ല, നമ്മുടെ ജീവൻ്റെ സുരക്ഷ, നമുക്ക് ഭക്ഷണം, നമുക്ക് നിർഭയത്വം അതവിടെ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ വരില്ലെന്ന് പറയുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. വീട്ടിലെ ഒരാൾ ഒരു അപകടത്തിൽ മരണപ്പെട്ടു, ഇപ്പോൾ ഉറക്കമില്ല, മറ്റാരൊക്കെയോ മരിക്കുന്ന സ്വപ്നം കാണുന്നു, പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയാണ് ഉറങ്ങാറുള്ളത്, മയങ്ങിപ്പോയാൽ സ്വപ്നം കാണുന്നു, ഭർത്താവ് മരിക്കുന്ന സ്വപ്നമാണ് 2 ദിവസം മുമ്പ് കണ്ടത്, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ, കൂടെ ഇരിക്കുമ്പോൾ, കിടക്കുമ്പോഴൊക്കെ മനസ്സിൽ വല്ലാത്ത പിടച്ചിലാണ്. അദ്ദേഹത്തോട് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ സ്വപ്നം കണ്ടാൽ അത് യാഥാർത്ഥ്യമാകുമോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ സ്വപ്നങ്ങളെ കുറിച്ച് ആളുകൾക്ക് കുറേ കഥകളും പഴങ്കഥകളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിയാണ്. സത്യത്തിൽ നമ്മൾ അങ്ങനെ സ്വപ്നത്തെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. സ്വപ്നം എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളും മാനസികമായ അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഭീതിജനകമായ സ്വപ്നങ്ങൾ കാണും. ഉദാഹരണം, നിങ്ങളൊരു രോഗിയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിച്ചു, അങ്ങനത്തെ എന്തെങ്കിലും സന്ദർഭത്തിൽ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തീരെ സ്വപ്നം കാണാത്തവരും കാണും. അതേമാതിരി മാനസിക അസ്വാസ്ഥ്യങ്ങൾ, നമുക്ക് എന്തോ ഭീതിയുണ്ട്, ഭയമുണ്ട്, അങ്ങനത്തെ ഒരു പശ്ചാത്തലം. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അസ്വസ്ഥതകൾ സ്വപ്നമായി ക്രിയേറ്റ് ചെയ്യപ്പെടും. അതെപ്പോഴും നമ്മളെ ഭയപ്പെടുന്ന സ്വപ്നങ്ങളാവും. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ സ്വപ്നങ്ങളായി രൂപപ്പെടുമ്പോഴും അത് നമുക്ക് അസ്വസ്ഥത. ഇതിൽ നേരെ വിപരീതമുണ്ട്. നമ്മൾ വളരെ ഫ്രഷായി നിൽക്കുന്ന സന്തോഷമുള്ള സമയത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ വളരെ സന്തോഷമുള്ള സ്വപ്നങ്ങൾ കാണാം. അതേപോലെ നമ്മുടെ മനസ്സ് വളരെ ഉന്മേഷത്തിലും സമാധാനത്തിലും സന്തോഷത്തിലൊക്കെയുള്ളൊരു യാത്രാവേളകളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല സ്വപ്നങ്ങൾ കാണാം. അപ്പോൾ സ്വപ്നങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മാനസിക ശാരീരിക അവസ്ഥകൾക്കൊരു പങ്കുണ്ടെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ ഈ അസ്വസ്ഥതകൾ ഇല്ലാത്തപ്പോൾ മാറും. നല്ല അവസ്ഥയിൽ നല്ല സ്വപ്നങ്ങൾ കാണും. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പിശാചിന് നമ്മൾ ഈ സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ചീത്ത സ്വപ്നങ്ങളൊക്കെ പിശാചിൻ്റെ അടുക്കുന്നതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചീത്ത സ്വപ്നങ്ങൾ എന്ത് കണ്ടാലും അതിനെപ്പറ്റി നമ്മൾ പേടിക്കേണ്ട. കാരണം അത് പിശാചിൻ്റെ അടുക്കുന്നതാണ്. പിശാച് സത്യസന്ധനല്ലല്ലോ. പിശാച് നമുക്ക് ഗുണകരമായിട്ടല്ല വേണം. പിശാച് നമുക്ക് എന്തെങ്കിലും അപകടകരമായൊരു സംഗതിയെക്കുറിച്ച് മുന്നറിയിപ്പ് തന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരു സാധ്യതയുമില്ലല്ലോ. അപ്പോൾ ഭർത്താവ് മരിക്കുന്ന സ്വപ്നം കാണുമ്പോൾ, ഭർത്താവ് മരിക്കുന്നുള്ളൊരു പേടിയിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ മുഴുവൻ അസ്വസ്ഥമാക്കാൻ ശൈത്താന് പറ്റും. അപ്പോൾ അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യും, ചീത്ത സ്വപ്നം. അതുകൊണ്ട് ചീത്ത സ്വപ്നങ്ങൾ എന്ത് കണ്ടാലും പേടിക്കേണ്ട. കാരണം അത് പിശാച് എന്നുള്ളതാണ്. പിശാച് എന്നുള്ളൊരു സ്വപ്നത്തെക്കുറിച്ച്, അതിൻ്റെ ഭാവിയെക്കുറിച്ചോ വ്യാഖ്യാനത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ നല്ല സ്വപ്നങ്ങൾ കണ്ടു, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നല്ല സ്വപ്നം അത് നമുക്കൊരു സന്തോഷവും പ്രതീക്ഷയും നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒലുവൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക, കയ്യിലൂതി
ആയത്തുൽ കുർസിയും മുഅവ്വിദാത്തൊക്കെ ഓതി എന്ത് ചെയ്യുക, പ്രാർത്ഥന ചൊല്ലിയിട്ട് ശരിക്കും നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചാൽ ശുദ്ധ പ്രകൃതിയിൽ, അതായത് ഒരാൾ അപ്പം ജനിച്ചൊരു കുഞ്ഞ് മരിക്കണ പോലെയുള്ള മരണമാണ്. അപ്പം അങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നോക്കുമ്പോൾ സ്വാഭാവികമായും മലക്കിൻ്റെ കാവലുണ്ടായിരിക്കും, നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടായിരിക്കും, ഭയപ്പെടാതെ നമുക്ക് ഉറങ്ങാൻ പറ്റും. ഇതൊരു ഭർത്താവിൻ്റെ ചോദ്യമാണ്. അവർ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിഞ്ഞു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഭാര്യ ഫസ്ഖ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അവർ 3 മാസം മാത്രമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം പ്രവാസിയായിരുന്നു. പിന്നെ ഇപ്പോൾ തിരിച്ചു പ്രവാസത്തിലേക്ക് വന്ന ശേഷമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ വേറെ വിവാഹം കഴിക്കാനൊന്നും കഴിയണില്ല. പിന്നെ അവളുടെ ഓർമ്മകൾ മനസ്സൊന്നും മായണില്ല. എന്നാൽ അവൾ എന്ത് ചെയ്തു, വേറെ വിവാഹം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നു. വീട്ടുകാർക്ക് ആലോചനകൾ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ മാനസികമായൊരു താല്പര്യം വരുന്നില്ല. അവൾ പോയതിന് ശേഷം പിന്നെ കുടുംബക്കാരോടുള്ള കോണ്ടാക്റ്റ് അടക്കം ഇല്ലാതായിട്ടുണ്ട്. ഈ ഒരു മാനസികാവസ്ഥ തരണം ചെയ്യാൻ നല്ലൊരു ഉപദേശം പ്രതീക്ഷിക്കുന്നു. അതായത് പിന്നെ ഈ ഒരു വിഷയം ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. കാരണം നമ്മൾ ഒരു ആണും പെണ്ണും തമ്മിൽ പരമാവധി ഒരു ബന്ധം, ഒരു അന്യരായ ആളുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായി പോകുന്നതിനെ ഇസ്ലാം വളരെ ശക്തമായ ഒരു സംഗതിയായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പെണ്ണ് സംസാരിക്കുമ്പോൾ തന്മയത്വത്തോടെ സംസാരിക്കരുത്, ഒരാണും പെണ്ണും ഒറ്റയ്ക്കാവരുത് എന്ന് പറഞ്ഞാൽ മനസ്സ് അടുക്കുന്നതോടുകൂടെ ആ അടുപ്പത്തെ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയിലെത്തുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ, നമ്മളൊരു പെണ്ണിനെ ആണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയോ, എന്തെങ്കിലും ഒരു തടസ്സം ആ ഇഷ്ടത്തെ ഇല്ലാതാക്കാനോ അതൊരു ദേഷ്യമോ വെറുപ്പൊക്കെ ആയി മാറാൻ ഒരു സാഹചര്യം ഇല്ലാത്തിടത്തോളം കാലം അവർക്ക് ഒന്നായി ജീവിക്കണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വിവാഹിതരായ ആളുകൾ വേറെ ഏതെങ്കിലും സ്ത്രീയോട് സംസാരിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾ വേറെ പുരുഷന്മാരോട് സംസാരിക്കുക, അതേമാതിരി മുമ്പ് കാലത്ത് നമുക്ക് പരിചയമുള്ളവരുള്ള ബന്ധങ്ങൾ രണ്ടാമത് നമ്മൾ പുതുക്കുക, അതേമാതിരി ഒരു പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ബന്ധുക്കൾ തടസ്സപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ അറിയോ, ഇതൊരു അപൂർണതയിൽ നിൽക്കും. ഈ അപൂർണതയാണ് ഇദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് എന്ത് ചെയ്തു, അയാൾക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ സംജാതമായി. അപ്പോൾ ഇനി എന്താണെന്ന് വിചാരിച്ചാൽ ആ സ്ത്രീ ജീവിതത്തിലേക്ക് വരണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ആദ്യഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഇയാൾ വേണ്ടത്ര ബന്ധങ്ങൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകാത്തത് കൊണ്ടായിരിക്കുമോ അവർ ഈ അവിടെ ഒഴിവാക്കിയെന്നല്ലേ മനസ്സിലാകുന്നത്. അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ചോദ്യത്തിൽ പറയണില്ല. സ്ത്രീ അവരെ ഒഴിവാക്കിയ പോലെയല്ലേ പറയുന്നത്. അതാണ് പറഞ്ഞത്. അവൾ ആ സ്ത്രീ അവരെ ഒഴിവാക്കാനുള്ള കാരണം എന്താണ്, സ്വാഭാവികമായും അവർക്ക് ഇവരെ ഭർത്താവായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും കാണാതിരുന്നത് കൊണ്ടായിരിക്കണം. അപ്പോൾ അത് പലപ്പോഴും പല പുരുഷന്മാർക്ക് പറഞ്ഞ അബദ്ധമാണത്. നമ്മൾ കല്യാണം കഴിച്ച ആളോടെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എന്താ പറയുക, ഒരു സ്ത്രീ വളരെയധികം വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒരു എല്ലാ പുരുഷന്മാർക്കുള്ള പോലെ സ്ത്രീകൾക്കുണ്ടാവും. അപ്പോൾ അവർ കുറേയൊക്കെ സഹിക്കും. പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ പിന്നെ അവർ അത് വേണ്ടെന്ന് തീരുമാനിക്കും. ആ തീരുമാനം പിന്നെ മാറ്റിയെടുക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവസാന ഘട്ടത്തിൽ ഒരു സ്ത്രീ ഒരു തീരുമാനം എടുക്കുള്ളൂ. ഒരു ഡൈവേഴ്സിനോ അല്ലെങ്കിൽ ഒരു ഹുലഇനോ ഒക്കെ ഒരു തീരുമാനം ഒരു സ്ത്രീ എടുക്കുന്നത് അവസാന നിമിഷത്തിലായിരിക്കും. കാരണം അവർക്കൊരു ഡൈവേഴ്സ് ഒരു അപമാനമായിട്ടാണ് പല ആളുകളും കാണുന്നത്. പ്രത്യേകിച്ച് ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സംരക്ഷണം, പല പല ബുദ്ധിമുട്ടുകൾ. പിന്നെ ഒരു പുരുഷൻ്റെ കൂടെ ജീവിച്ചു പോയി അയാളെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാവും, അയാളെ ഒഴിവാക്കുക. അതുകൊണ്ട് ഒരു സ്ത്രീ അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ തിരിച്ചു വരൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഏതായിരുന്നാലും എന്താ വെച്ചാൽ അവൾ വേറെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായി എന്ത് ചെയ്യാം, ഇനി അവൾ എനിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, വേറെ വിവാഹത്തിന് തയ്യാറാവുക. തീർച്ചയായും വേറെ സ്ത്രീയെ പരിചയപ്പെട്ട് അവർ വിവാഹത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഇതില്ലാതായി പോകും. ഇനിയൊരു വിവാഹം കഴിച്ചിട്ടും അദ്ദേഹത്തിന് എന്താണ്, പഴയത് മറക്കാൻ പറ്റുന്നില്ല, പുതിയ ആളെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ ആ സമയത്തൊരു കൗൺസിലിങ്ങിനൊക്കെ വിധേയമായാൽ എന്ത് ചെയ്യാൻ പറ്റും, സ്വാഭാവികമായും അയാൾക്കൊരു പുതിയ കുടുംബ ജീവിതത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ വിവാഹം ഒരു 25 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. ഉപ്പാക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറേ കടങ്ങളുണ്ട്. ഇപ്പോൾ നാട്ടിലില്ലാത്ത സാഹചര്യമാണ്. ഈ അവസ്ഥയിൽ വിവാഹാലോചനയുമായി പോകാതിരിക്കുന്നതല്ലേ നല്ലത്?
ഒരുപാട് ആദർശമുള്ള ഫാമിലി പോലും നഷ്ടപ്പെടും എന്ന പേടിയുമുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാമോ? സൂക്ഷ്മത പാലിക്കാൻ ഒരുപാട് പ്രയാസമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ലേഡിയാണോ പുരുഷനാണോ സ്ത്രീയാണോ? കുറേ ആലോചനകൾ വരുന്നുണ്ട്. അത് അങ്ങനെ ഇതിൽ വ്യക്തത ഇല്ല ചോദ്യത്തിൽ. ഞാൻ സ്ത്രീയാണെന്നാണ് വിചാരിച്ചത്. 25 വയസ്സ് കഴിഞ്ഞു. ഇല്ല, സ്ത്രീയാണെന്ന് പറയണില്ല. എനിക്കതൊരു പുരുഷനാവാനാണ് സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു വിവാഹം വന്നാൽ വിവാഹത്തിന് ഇതൊന്നും തടസ്സമാവില്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു വിവാഹം കഴിക്കുമ്പോൾ ആ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ വേണം. ഇപ്പോൾ പിന്നെ വാപ്പ കുറേ കടങ്ങളുണ്ട്, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ചോദ്യം കേൾക്കുമ്പോൾ പുരുഷനായിരിക്കും, അതെ, വ്യക്തത ഇല്ല. അപ്പോൾ അതിന് നമ്മൾ പറയാനുള്ളത് എന്തുള്ളൂ വെച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ എന്താ അറിയോ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ദീനീ ചുറ്റുപാടനുസരിച്ചിട്ട് ഒരാൾക്ക് വിവാഹം കഴിക്കേണ്ട ഏറ്റവും അനിവാര്യമായ സമയം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സൂക്ഷ്മത പാലിക്കാൻ കഴിയാതെ വരുമ്പോഴാണ്. കാരണം സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം. അപ്പം അയാൾക്ക് ഒരു ആത്മനിയന്ത്രണം സാധ്യമല്ലാതെ വരുന്നു എന്നതിൽ സൂചന പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇപ്പോൾ വിവാഹം കഴിക്കണം, ഒരു കാരണം കൊണ്ടത് നീട്ടിവെക്കേണ്ട കാര്യമില്ല. അപ്പം എന്ത് ചെയ്യും, അതിൽ ഇത്രേ ഉള്ളൂ, അദ്ദേഹത്തിന് എന്താണ് ഒരു മഹർ കൊടുക്കാൻ കഴിയണം, അത്രേ ഉള്ളൂ. ഒരു നിക്കാഹ് നടത്താനുള്ള ഒരു സാഹചര്യം അത് അയാൾക്ക് ഇപ്പോൾ സാധ്യമാവുകയാണെങ്കിൽ അയാൾ വിവാഹം കഴിക്കുന്നതാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. കാരണം നമുക്കൊന്നും സ്വാഭാവികമായും ഇപ്പോൾ ഒരാൾക്കൊരു വിവാഹം കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ എനിക്കൊരു വീടുണ്ടായിട്ട് ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് ചിന്തിക്കാമല്ലോ. കാരണം വിവാഹം കഴിച്ചാൽ ഒരു വീട് വേണ്ടേ? അങ്ങനെ ഓരോന്ന് വിചാരിച്ചാൽ എന്താണ്, എനിക്ക് വല്ല കുട്ടികളുണ്ടായാൽ അവരെ കെട്ടിക്കാനുള്ളൊരു ഒരു സൗകര്യമൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന കാര്യം. യോനിക്കും അള്ളാഹുവിൻ ഫളലിഹി, അള്ളാഹു എന്ത് വിവാഹം കഴിഞ്ഞാൽ അള്ളാഹു ഐശ്വര്യം നൽകും. അതുകൊണ്ട് ഒരു മഹറും ഒരു നിക്കാഹും നടത്താനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അയാൾ വിവാഹം കഴിക്കണം. അത് അഗളുൽ ബസർ, കണ്ണിനെ സൂക്ഷിക്കാനും ഉയർസ്ഥാനങ്ങളെ സൂക്ഷിക്കാനും അതാണ് സഹായകമാകുക. ഇനി യഥാർത്ഥത്തിൽ ഇത്തരം പുരുഷന്മാരെ സഹായിക്കാം നമ്മൾ ശരിക്കും സക്കാത്തിൽ നിന്നോ അല്ലാതെ സ്പോൺസർഷിപ്പൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് നടത്തേണ്ടത്. സാധാരണ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ കല്യാണം നടത്തി കൊടുക്കലുണ്ട്. ശരി, ഒരു ആവശ്യമില്ലത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്കൊന്നും ആവശ്യമില്ലല്ലോ. ഒരു ആൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് വസ്ത്രവും എല്ലാം അവൻ നൽകും. അപ്പോൾ ഈ പുരുഷന്മാർക്ക് മഹർ വാങ്ങാനും വീട്ടിൽ തൽക്കാലം ഒരു താമസിക്കാനും റൂം സൗകര്യപ്പെടുത്താനും ഒരു ചെറിയ വലിമത്ത് കൊടുക്കാനൊക്കെ സഹായിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ സഹായമാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യുക, അങ്ങനെ വല്ല സഹായം സ്വീകരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലളിതമായി കഴിച്ചിട്ടോ ഒരു വിവാഹത്തിലേക്ക് പോകുക തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ബാപ്പാൻ്റെ കടങ്ങൾ ഫുള്ള് വീട്ടിയിട്ട് വിവാഹത്തിലേക്ക് കടക്കലൊന്നും ഒരിക്കലും ശരിയാണ്. ഇത് ഒരു കുറച്ച് ദീർഘമായൊരു ചോദ്യമാണ്. ഇതിൽ ഒരു യതീമായ ഒരു പെൺകുട്ടിയാണ് ചോദിക്കുന്നത്. അവരുടെ കുറേ കാലം ഒരു യതീംഖാനയിൽ കഴിഞ്ഞു. പിന്നെ ബാപ്പി ഇമ്മിയില്ല. വിവാഹത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വിവാഹത്തിലേക്ക് കടന്നത്. ഭർത്താവിനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു. ബാപ്പി ഇമ്മി ഇല്ലാത്തപ്പോൾ ഒരു ഭർത്താവിന് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഒരു 6 മാസം മാത്രമാണ് സന്തോഷത്തോടു കൂടി കഴിഞ്ഞത്. ഇപ്പം ഞാൻ തുടക്കത്തിൽ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു, വീട്ടിലേക്ക് പോകാൻ പോലും താല്പര്യമില്ലാത്ത അത്ര അധികം ഇഷ്ടമായിരുന്നു എന്നാണ്. പക്ഷേ വീട്ടിൽ പിന്നീട് വലിയ വഴക്കുകളായി. അദ്ദേഹം ഭാര്യയെ എപ്പോഴാണോ ശാരീരികമായ ആവശ്യമുള്ളത് അപ്പം മാത്രം വരും, അല്ലാത്തപ്പോൾ വേറെ സ്ഥലത്ത് പോയി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ കുറേ കാലം തുടർന്നു. അങ്ങനെ എനിക്ക് മടുത്തു, സംസാരത്തിനൊന്നും കിട്ടാതായപ്പോൾ ഇവർ പറയണത് എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ഒരാളുമായി കോണ്ടാക്റ്റ് ഉണ്ടായി, ചാറ്റിംഗ് ഉണ്ടായി. ചാറ്റിങ്ങിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഭർത്താവ് അറിഞ്ഞു, പ്രശ്നമായി. ഇത് പറ്റിയതാണ്, തെറ്റാണെന്നൊക്കെ ഞാൻ അംഗീകരിച്ചു, തൗബ ചെയ്തു, ഇനി ആവർത്തിക്കില്ല എന്ന് ഭർത്താവിനോട് ശരിക്കും പറഞ്ഞു. പക്ഷേ എപ്പോഴും ഇപ്പോൾ അതിനെപ്പറ്റി എന്ത് ചെയ്യും, കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കും. ഏതൊരു സംസാരം ഉണ്ടായാലും അവസാനം അതിലേക്കെത്തും. 10-15 കൊല്ലമായി. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കിടയിൽ വെച്ചിട്ടൊക്കെ അത് പറയുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ശാരീരികമായും മാനസികമായും ഒക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. പഴയ പോലുള്ളൊരു ജീവിതം എനിക്കിനി സാധ്യമാകൂലേ എന്ന് പേടിയുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നാണ്. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ അധികാരങ്ങളും കഴിവുകളുമുള്ള ആളുകൾ ദുർബലരെ എന്ത് ചെയ്യാണ്, ചൂഷണം ചെയ്യുക, അവരെ മർദ്ദിക്കുക, പ്രയാസപ്പെടുത്തുക എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. കാരണം വിവാഹം കഴിച്ചു വന്നൊരു പെൺകുട്ടി, അനാഥയായൊരു പെൺകുട്ടി, അവളുടെ സമ്പൂർണ്ണ സംരക്ഷകനായി തീരേണ്ട ഒരു ഭർത്താവ് തികച്ചും നിരുത്തരവാദപരമായി പെരുമാറുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് പ്രത്യേകിച്ചും എന്താണെന്ന് വിചാരിച്ചാൽ ഇത്തരം ചില സാഹചര്യങ്ങളിൽ ഇവർ പിന്നെ ഒരു അവിഹിതമായ ഒരു കോണ്ടാക്ട്സ് വന്നു എന്നുള്ളത് തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്.
മനസ്സിലായി. അതിപ്പോൾ ഇയാൾ ഇനി എത്ര മോശമാണെങ്കിലും എന്തില്ല, അതിലേക്ക് പോകുന്നതിന് ന്യായമല്ല. അങ്ങനെ ഹറാമുകൾക്ക് ന്യായമുണ്ടെങ്കിൽ ഇവിടെ ഏത് ഹറാമും അവരൊക്കെ ചെയ്യാൻ പറ്റും. മദ്യപാനികൾ പറയുന്നവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ മദ്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആർക്കും എന്ത് പറയും. അപ്പോൾ അതുകൊണ്ട് ഈ ന്യായം ഒരിക്കലും ന്യായമല്ല, അതൊരു അപാകത തന്നെയാണ്. പക്ഷേ സത്യം എന്താ വെച്ചാൽ തികച്ചും നിരുത്തരവാദപരമായി പെരുമാറിയുന്ന ഒരു ഭർത്താവ്, ആ കാരണമായി തന്നെ ഇവരെ പരിഗണിക്കാതെ സ്നേഹിക്കാതെ പെരുമാറിയുന്ന ഒരു ഭർത്താവിന് ഇപ്പോൾ ഇവരോട് പറയാനൊരു കാരണം കിട്ടിയെന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഇവൾക്ക് പിന്നെ അദ്ദേഹത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, ആ ജീവിതം തിരിച്ച് കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചും കൂടെയൊക്കെ നിന്ന് ക്ഷമിച്ച് പരമാവധി സ്നേഹത്തോടെ പെരുമാറി നോക്കുക. അപ്പോൾ അയാളുടെ മനസ്സ് മാറുമെന്ന് വിചാരിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കുക. അള്ളാഹുവിടെ ആത്മാർത്ഥമായി തൗബ ചെയ്ത് ആ തെറ്റിന്ന് മടങ്ങുക എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അതല്ല, ഒരു നിലക്കും അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല, കൂടെ പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് സംരക്ഷിക്കാനും ഏറ്റെടുക്കാനും ഒക്കെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ വഴികൾ എന്ത് ചെയ്യാൻ സ്വീകരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പശ്ചാത്തലം അനുസരിച്ചുകൊണ്ട് അയാളിൽ തന്നെ ഒരു പ്രതീക്ഷ അർപ്പിക്കുകയും പരമാവധി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തോട് നല്ല നിലക്ക് പെരുമാറിക്കൊണ്ട് ആ പഴയ ബന്ധത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പൊതുവെ പറയാനുള്ളത്. കുട്ടിയെക്കുറിച്ചുള്ള മകനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. കൗമാരക്കാരനായ ഒരു മകനാണ്. വാശിയും തർക്കവുമുണ്ട്. പള്ളിയിലേക്ക് പോകാൻ മടിയാണ്. നിസ്കരിക്കും, എന്നാൽ ജമാഅത്തിന് പോകില്ല. വല്ലപ്പോഴും ജമാഅത്തിൽ പങ്കെടുക്കും. നിസ്കാരത്തിൻ്റെ പേരിൽ അവനെ അടിച്ചാൽ വാശിയും തർക്കവും അവന് കൂടുതലാണ്. ജ്യേഷ്ഠന്മാരെല്ലാം കഴിയുന്നത്ര നമസ്കാരത്തിൻ്റെ പേരിൽ അടിക്കും. വാതിൽ അടച്ചുപൂട്ടിയിരിക്കുക, ഭക്ഷണം കഴിക്കാതെ ഉറങ്ങുക, തീരെ നിസ്കരിക്കുകയില്ല. ഇതൊക്കെയാണ് അടിച്ചാലുള്ള അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു മോനെ നന്നാക്കിയെടുക്കണമെന്നുണ്ട്. ദുആ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരാമോ? ഇവൻ എന്താ നിസ്കരിക്കാത്തത് എന്നതാണ് അടിസ്ഥാനപരമായ അതിൻ്റെ കാരണമാണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരും പാടെ നിസ്കരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ട് പിന്നെ വാശി പിടിച്ച് ഞാൻ എന്താണ് നിസ്കരിക്കാതിരിക്കട്ടെ എന്ന് തീരുമാനിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രകോപനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി അവനെ നിസ്കാരമില്ലാത്തതാക്കുന്ന ഒരു തെർബിയത്താണ് സത്യത്തിൽ ഇവന് കൊടുത്തിട്ടുള്ളത്. ഇനി അതല്ല, അവനെന്താണ് നിസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അറിയാത്തതാണെങ്കിൽ അതവന് ബോധ്യപ്പെടാനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇനി അതല്ല, ഇതിലൊന്നും വലിയ കഥല്ല, ഇതൊന്നും ദീനിനൊന്നും വലിയ അടിസ്ഥാനമല്ല എന്നൊരു യുക്തി ചിന്തയോ അല്ലെങ്കിൽ ഒരു നിർമ്മതവാദമോ ഒക്കെയാണ് അവനെ സ്വീകരിച്ചതെങ്കിൽ ആ ആശയം തിരുത്തപ്പെടാതെ അവനെ കൊണ്ട് നിസ്കരിപ്പിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവൻ നിസ്കരിക്കാത്തത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, വളരെ കൃത്യമായി എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ ഇവനെ നിസ്കരിപ്പിക്കാൻ ശ്രമിച്ച ശ്രമങ്ങളുടെ രീതിയാണോ അവനെ നിസ്കാരക്കാരനാക്കിയെങ്കിൽ ആ പെരുമാറ്റ രീതികളിൽ മാറ്റം വരാത്തിടത്തോളം കാലം അവൻ നമസ്കാരത്തിലേക്ക് എന്തില്ല തിരിച്ചു വരില്ല. ഇനി ജീവിതത്തിൽ ഒരു ദീനിയായ ഒരു ഉത്ബോധനത്തിനും ഒരു നല്ല കാര്യങ്ങൾ ബോധ്യപ്പെടാനുമുള്ളൊരു അവസരമില്ലാഞ്ഞിട്ടാണെങ്കിൽ ആ അവസരം ജീവിതത്തിൽ വരുന്നത് വരെ അവൻ നമസ്കരിക്കില്ല. ഇനി എന്തെങ്കിലും മതവിരുദ്ധമായ ധാരണകളിലാണ് അവൻ നമസ്കരിക്കാതിരിക്കുന്നതെങ്കിൽ അത് ബുദ്ധിപരമായും യുക്തിപരമായും അവന് വിശ്വാസമുള്ള ഒരറിവുള്ള വ്യക്തിയിൽ നിന്നും അത് ബോധ്യപ്പെടാതെ ഉണ്ടാവില്ല. അപ്പോൾ നിസ്കരിക്കാതിരിക്കുന്നതിനൊരു കാരണമുണ്ട്. ആ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ മാർഗം. അല്ലാതെ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ പള്ളി കൊണ്ടുപോയി വായിലടച്ചിട്ടോ ഒന്നും ഒരാൾ അങ്ങനെ നിസ്കരിക്കുന്നതുകൊണ്ട് ആ നിസ്കാരം കൊണ്ടും പ്രത്യേകിച്ച് എന്തില്ല, പ്രയോജനമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഒരു ചെറിയ 3 വയസ്സായ മകളെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. വളരെ അക്രമാസക്തയാണ്. സാധാരണ മൃദുവും ഉള്ളവളാണ്. പക്ഷേ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വന്നാൽ അവൾക്ക് നിയന്ത്രണം സാധ്യമാവുകയില്ല. എങ്ങനെ ആയാലും അത് ശരിയാവില്ല. കുട്ടിയെ ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കേണ്ടി വരുമോ? നമുക്ക് കുട്ടീനെ കാണും, കുട്ടീൻ്റെ പെരുമാറ്റങ്ങളും പൂർണ്ണമായും അറിയാതെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ നമുക്ക് ഇത് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളൊരു കാര്യം, 3 വയസ്സാണല്ലോ, ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ പ്രായമാകുമ്പോൾ കുട്ടി ശരിയാവാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി കാണിക്കുന്ന ഈ പ്രകോപനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഈ പിന്നെ ഇവരുടെ ഉമ്മയുടെ അനുജത്തിമാരോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മയോ ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് എന്ത് ദിവസം ഒരു 2-3 ദിവസം എന്ത് ചെയ്യുക, ഒരു വിരുന്ന് പോലെ ഉമ്മയില്ലാതെ ഒന്ന് നിർത്തി നോക്കുക. അങ്ങനെ നിൽക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ
അപ്പോൾ സത്യത്തിൽ ഉമ്മയുമായി കണക്റ്റഡാണ് ഈ വാശിയെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു രോഗസംബന്ധമായിട്ട് ഒരു സൈക്യാട്രിക്കായിട്ട് ഒരു പീഡിയാട്രിഷനൊക്കെ കാണിക്കേണ്ട ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ട കാര്യമാണെങ്കിൽ അത് എപ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാവും ഈ പ്രശ്നങ്ങൾ. അത് നേരത്തെ പലപ്പോഴും കുട്ടികളുടെ സ്വഭാവപരമായ വാശി പ്രശ്നങ്ങളൊക്കെ ഉമ്മയുമായി റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആണെങ്കിൽ എന്താണ്, ഉമ്മ എന്ന് ഹാൻഡ് ഓവർ ചെയ്യുക. പിന്നെ മാറ്റി നിർത്തല്ല, സ്വാഭാവികമായിട്ടില്ലെങ്കിൽ ഉമ്മ വീട്ടിൽ 3 ദിവസത്ത് പോയി, ഇല്ലെങ്കിൽ 2 ദിവസത്തേക്ക് പോയി. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, ഒരു കുട്ടി സ്വാഭാവികമായിട്ട് വല്യമ്മാൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇളയമ്മാൻ്റെ അടുത്തോ ആരത്തെങ്കിലുമൊക്കെ കുട്ടീൻ്റെ ഇഷ്ടപ്രകാരം തന്നെ 3 വയസ്സല്ലേ, സന്തോഷത്തോടു കൂടെ തന്നെ കുട്ടി എന്ത് ചെയ്യാണ് ഒന്ന് അപ്പോൾ ഒരു പ്രശ്നം കാണുന്നില്ലെങ്കിൽ എന്താ വെച്ചാൽ ഒന്ന് ആ പെരുമാറ്റങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉമ്മ വരുത്തിയാൽ മാറാവുന്ന സംഗതികളേ ഉള്ളൂ. പിന്നെ ഒന്ന് ഇത് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ എന്നൊന്ന് നിരീക്ഷിക്കുക, പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ ഒരു ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതിന് വിരോധമൊന്നുമില്ല. നമ്മൾ പക്ഷെ ഒരു മെഡിസിനിലേക്കൊക്കെ പോകുമ്പോൾ 1, 2, 3 അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇത്രയും ചെറിയ പ്രായത്തിലുള്ള കുട്ടിക്ക് സൈക്കാട്രിക് മെഡിസിൻസൊക്കെ കൊടുക്കുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുത്തിട്ട് കൊടുക്കായിരിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പൊതുവായൊരു ചോദ്യമാണിത് വന്നിട്ടുള്ളത്. മതബോധം തീരെയില്ലാത്ത, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം തെറി പറയുകയും അടിക്കുകയും നിസ്സാര കാര്യത്തിന് പോലും ചീത്ത പറയുകയും ചെയ്യുന്ന ഭർത്താവിൻ്റെ കുരുത്തവും പൊരുത്തവും ഭാര്യയ്ക്ക് ആവശ്യമുണ്ടോ? അതെ, നമ്മളിപ്പോൾ ഇതിൽ കുറേ വശങ്ങളുണ്ട്. ഒന്ന്, ഭർത്താവായി നിലനിൽക്കുന്നു എങ്കിൽ ഭർത്താവിനോടുള്ള കടമകൾ എന്ത് ചെയ്യണം, പരമാവധി നിർവഹിക്കാൻ ശ്രമിക്കണം. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ അവരുടെ പെരുമാറ്റ കാര്യങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്നത് ഒരു പാരൻസ് എന്നുള്ള നിലക്കുള്ള അവരോടുള്ള കടമകൾ നിർവഹിക്കുന്നതിന് നമുക്ക് തടസ്സമല്ലല്ലോ, നമ്മളത് ചെയ്യണം. അതുപോലെയാണ് ഭർത്താവ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും എന്ത് ചെയ്യാണ്, ഭർത്താവിനുള്ള കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇവരെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ഒരു നിലക്ക് സംരക്ഷണം കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, സ്വാഭാവികമായും അയാളെ കൂടെ നിൽക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ ഒരാളെ കൂടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അയാളുടെ തൃപ്തിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ ഒരു നിലക്കും പരിഗണന കൊടുക്കാതെ എപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടും ആക്രമിച്ചിട്ടും കൂടെ നിൽക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു ഭാര്യ വിട്ടു നിൽക്കുന്നതിൽ അയാളുടെ പൊരുത്തം കിട്ടാത്തതിൽ എന്ത് പ്രശ്നമാണുള്ളത്? അത് പ്രശ്നമല്ലല്ലോ. നേരെ മറിച്ച് ഒരു സ്മൂത്തായ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാണ്, ഭർത്താവിനെ പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുക, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ ഭർത്താവിൻ്റെ തൃപ്തി എന്നൊക്കെ പറയണത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ്, പരമാവധി ഇതിനെ മാറ്റിയെടുക്കാൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക എന്നേ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കാര്യം പറ്റുള്ളൂ. ഇതിൽ കുറച്ചൊരു ദീർഘമായ മറ്റൊരു ചോദ്യം ഉള്ളത്, ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് എപ്പോഴും എന്തിനും കുറ്റങ്ങൾ കണ്ടെത്തലാണ് പണി. ജോലി ചെയ്താലും അതിൻ്റെ കുറ്റങ്ങൾ പറയും. അവർ എന്നോട് മിണ്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഭർത്താവിൻ്റെ ഉമ്മാക്ക് അസുഖം വന്ന സമയത്ത് ബെഡ് റെസ്റ്റിലായപ്പോൾ ഞാൻ സഹായിച്ചിരുന്നു. പക്ഷേ അപ്പോൾ പോലും ഭർത്താവിൻ്റെ ഉപ്പ തിരിച്ചു വന്നാൽ ഉമ്മ കുറ്റപ്പെടുത്തി മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ഇവരുടെ ഉപ്പ മരണപ്പെട്ടു, അതിൽ നിന്ന് ഈ പെണ്ണിൻ്റെ ഒപ്പം മരണപ്പെട്ടു, അതിൻ്റെ ഒരു ടെൻഷനും സംഗതിയൊന്നും മാറി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും അവരുടെ ഈ ഒരു പ്രയാസം അവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് കുറേ വർഷങ്ങളായി ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളുണ്ട്. അപ്പോൾ ഈ ചെറിയ മകനാണ് ഇവൻ. അപ്പോൾ വീട് മാറി താമസിക്കാനുള്ളൊരു സാഹചര്യം ഇവർക്കുണ്ടോ എന്നാണ്. മനസ്സമാധാനത്തോടു കൂടി ഞാൻ ജീവിച്ചിട്ടേ ഇല്ല എന്നാണ് ഇവർ അതിൽ പറയണത്. പെൺമക്കളോടും അവരുടെ മക്കളോടുമൊക്കെ സംസാരിക്കും. പുറത്തു നിന്നും കുടുംബക്കാരോ അയൽവാസികളോ വന്നാൽ അവരുടെ മുന്നിൽ വെച്ച് എന്നെ കുറ്റപ്പെടുത്തി മാത്രമേ സംസാരിക്കുകയുള്ളൂ. അത് നമുക്കിപ്പോൾ ഈ ഒരു സ്ത്രീയുടെ സങ്കടം നമ്മൾ കേൾക്കുമ്പോൾ ഇതിനൊരു പരിഹാരം വേണമല്ലോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ. അതെന്താ ഇവരുടെ ഭർത്താവിന് തോന്നാത്തെന്നുള്ളതാണ് നമ്മുടെ ഒരവസ്ഥ. കാരണം ഇങ്ങനത്തെ ഈ ഭർത്താക്കന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് വളരെ വേദന തോന്നുന്നത്. കാരണം ഇവരൊക്കെ ഒരു ഭർത്താവ് മരിച്ചു പോയിട്ട് ഭർത്തൃ വീട്ടിൽ കഴിയേണ്ടി വരുന്നൊരു സ്ത്രീയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഇത് ഒരു ഭർത്താവ് ഉണ്ടായിട്ടും ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതെ എത്രയെത്ര സ്ത്രീകളാണ് നരകയാതന അനുഭവിച്ച് ജീവിക്കണം. ഇപ്പോൾ ഈ സ്ത്രീയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ
കഠിനമായിട്ട് അവരെ നോക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുക, വീട്ടിലെല്ലാ ജോലികളും ചെയ്യുക, എന്നിട്ട് ഈ വാക്ക് കൊണ്ടും നോട്ടം കൊണ്ടും സംസാരം കൊണ്ടും എപ്പോഴും കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ ഏതിലേലും പോവുക, എന്നിട്ട് ഈ പെൺകുട്ടി എല്ലാ പണിയെടുത്ത് കഴിഞ്ഞ് വൈകുന്നേരം ഇവർ വരിക, എന്നിട്ട് ഒരു ദിവസത്തെ മുഴുവൻ ചീത്തയും എന്ത് ചെയ്യുക, ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ് തീർത്തിട്ട് ഒരു കടന്നുറങ്ങാൻ പോവുക. ഇതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ പുറത്ത് പോയി താമസിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ എന്തപ്പോൾ പറ്റായി? പക്ഷെ അതിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ആരാണ്? യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നാണ് ആ വിഷയം തീരുമാനമെടുക്കുന്നത്. എനിക്ക് തോന്നും ഈ ഇങ്ങനത്തെ പെൺകുട്ടികൾക്കൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ അവരെന്താ വെച്ചാൽ എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ ഒരു പോത്തുപോലെ ഈ വീട്ടിലത്തെ പണികളൊക്കെ എടുത്തു കൊടുക്കും. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യണോ? അങ്ങനെ അതാണ് ഇപ്പം അതൊന്നും ചെയ്യണം. ഞാൻ പറഞ്ഞ അനുസരണക്കേട് കാണിക്കണമെന്നൊന്നുമല്ല. ഞാൻ പറയാം, ഇങ്ങോട്ടൊന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതിലും നമ്മുടെ കടമക്കുള്ളത് ചെയ്താൽ പോരെ. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് സേവനം ചെയ്ത് നമ്മൾ എന്തിനാണ് ഇടങ്ങേറാവുന്നത്? നമ്മൾ കുറച്ചൊക്കെ ഇവരും എന്ത് ചെയ്യണം, സാധാരണ പെൺകുട്ടികൾ അവരുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ ചെയ്തിട്ട് അമ്മായിമ്മനെ എങ്ങനെയെങ്കിലും ചീത്ത വേണം അമ്മായിമ്മനെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അതിന് ശ്രമിക്കും തോറും കൂടുതൽ ഇവരെ എന്ത് ചെയ്യും, ഈ ഒരു ഭയം ഉണ്ടല്ലോ ഇവർക്ക്, അത് വെച്ചിട്ട് ഇവരെ ചൂഷണം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക അറിയോ, ഒരു വീട്ടിൽ മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിൽക്കുക. മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും ഇവൾ ജോലി ചെയ്ത് വരണമെങ്കിൽ ഇവിടെ നല്ലവണ്ണം നിൽക്കണം എന്നുള്ളൊരു കിട്ടത്. ഇതിപ്പോൾ എത്ര കണ്ട് പീഡിപ്പിക്കുന്നുവോ ആ പീഡനങ്ങളിൽ ഒരു കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടി ഇന്നെടുക്കുന്നതിൻ്റെ 100 ഇരട്ടിയാണ് നാളെ പണിയെടുത്ത് കൊടുക്കണം. ഈ ജോലി ചെയ്ത് ഈ അമ്മായിമ്മനെ അമ്മോശനെയും നാത്തൂമാരെയും സംതൃപ്തിപ്പെടുത്താം എന്ന് വിശ്വസിച്ചിട്ട് ഈ സമാധാനം ഏതായാലും ഇല്ല. പിന്നെ ജോലി ചെയ്ത് എന്ത് ചെയ്യാണ്, ക്ഷീണിക്കുന്നൊരവസ്ഥയാണ് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ സ്ഥിതിവിശേഷങ്ങൾ എന്താണ്? ഞാൻ പറഞ്ഞാൽ ഇവരെ ദ്രോഹിക്കണം എന്നല്ലേ പറഞ്ഞത്. നമ്മൾ അങ്ങനെ ചത്ത് പണിയെടുക്കാനും പോകണ്ടാന്ന്. നമ്മൾ മിനിമം ഒരു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യുക, എടുത്ത പണിക്ക് കുറ്റം പറയുന്ന ആളുകൾ അയാളത്തെ ശരിയാവില്ല പറഞ്ഞാൽ പോരെ. ഇന്ന് നമ്മൾ തുടച്ച് ഒക്കെ വൃത്തിയായിട്ട് വരുന്നത് ചെയ്യണം. അപ്പോൾ തുടച്ച് ശരിയായിട്ടില്ല, കുറ്റം തുടക്കണില്ല, എന്താ ആകുമ്പോൾ ഞാൻ തുടച്ചാൽ ശരിയാവില്ല. എന്താ പോലും എന്ത് മറുപടി പറയുക, എന്താ അവർ ചെയ്യുക? നമ്മൾ ഇവർ ഒരാളുടെ ദുർബലതയെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു ബുദ്ധിയോടുകൂടെ പെൺകുട്ടികൾ പെരുമാറണം. അതിൻ്റെ അർത്ഥം അമ്മായിമ്മനെ പീഡിപ്പിക്കണം, അമ്മായിമ്മക്ക് എതിരാകണമെന്നൊന്നും ഇതിനർത്ഥമല്ല. നമ്മൾക്കിത് വായിക്കുമ്പോൾ ഈ സങ്കടങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കേൾക്കണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പിന്നെ അമ്മായിമ്മമാർ തങ്ങളുടെ മരുമക്കളോട് നല്ലതൊക്കെ പെരുമാറിയില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ മാനസിക രോഗികളായി പോയേക്കാം എന്ന് ഞാൻ ഏതൊരു പ്രഭാഷണത്തിൽ പറഞ്ഞതിൻ്റെ ഒരു കാര്യമെടുത്തിട്ട് ഒരാൾ പറയണത് ഞാൻ കേട്ടു. അപ്പോൾ അയാൾ അതിലിപ്പോൾ എഴുതിയത് എന്താണെന്ന് വിചാരിച്ചാൽ, ഈ മരുമക്കൾക്കൊക്കെ എന്ത് ചെയ്യാണ് ഭയങ്കര സപ്പോർട്ട് കൊടുത്ത് അവരൊക്കെ എന്ത് ചെയ്യാണ് പീസ് റേഡിയോൻ്റെ ആളുകളാക്കാൻ വേണ്ടിയിട്ട്, കൗൺസിലിങ്ങിന് ആളുകൾ വീട്ടിൽ വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യണത്. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഈ ചോദ്യം ചോദിക്കണതൊന്നും ഇവരാരും കേൾക്കണില്ലെന്ന് ഞാൻ ചോദിക്കണം. 10-30 കൊല്ലമൊക്കെ ഒരു വീട്ടിൽ ഭക്ഷണം കിട്ടാതെ സമാധാനത്തോടൊന്നും ഉറങ്ങാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന 100 കണക്കിന് സ്ത്രീകളാണ് ഇപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ അയച്ചിരുന്നത്. ഇവർക്കൊക്കെ ഒരു മാന്യമായ സംരക്ഷണം ലഭിക്കണം എന്ന് ആര് പറയും? അതിനെപ്പറ്റി അമ്മായിമാരോട് ആര് ഉപദേശങ്ങൾ പറയും? അത് പറയുമ്പോൾ അമ്മായിമാരെ കെട്ടിട്ട് എന്ത് ചെയ്യണം, മരുമക്കൾ നാട് വിട്ടു പോകണം എന്നാണോ അതിൻ്റെ അർത്ഥം? നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുലരിവട്ടത്തിൽ അമ്മായിമ്മമാരോട് ഏത് സാഹചര്യങ്ങളിലും ആ വീട്ടിൽ ക്ഷമിച്ച് സഹിച്ച് നിന്ന് പോകണം, എന്തുകൊണ്ട് എന്നതിന് 4 കാരണങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പുലരിവട്ടം ചെയ്തു. അത് നമ്മൾ അവരോട് പറയുന്നുണ്ട്, ആ വശം നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അമ്മായിമ്മമാർക്ക് എന്തും ചെയ്യാം, അതൊക്കെ സഹിച്ച് മരുമകൾ നിൽക്കണമെന്നാണോ അതിൻ്റെ വ്യാഖ്യാനം? അതല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് എന്താ വെച്ചാൽ കുറച്ചൊക്കെ ഇവരും എന്ത് ചെയ്യണം, തല്ലാനും കൊല്ലാനും ചീത്ത പറയാനൊന്നും പോകുന്നില്ലെങ്കിലും എന്താണ് ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്ന ജോലിക്ക് കുറ്റം പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാനും എനിക്ക് തോന്നുക ഇതൊക്കെ ഒരു ബുദ്ധിയാണെന്ന് തോന്നുന്നത്. നമ്മൾ നല്ലതായിട്ട് വീട് വൃത്തിയാക്കിയിട്ട് ഇതെന്ത് തുടക്കലാണ്, ഇതെന്ത് പ്രശ്നമെന്ന് വെച്ചാൽ പിറ്റേന്ന് തുടക്കണ്ട, അവിടെ കിടക്കട്ടെ, അമ്മായിമ്മക്ക് പറ്റുമെങ്കിൽ അമ്മായിമ്മ തുടക്കട്ടെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ട് അവർ വീട് വൃത്തിയാക്കട്ടെ. എല്ലാവരും ഉപയോഗിക്കുന്ന വീടല്ലേ. ഭക്ഷണം പാചകം ചെയ്ത് ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യുക, കറി വെച്ച് ശരിയല്ലെങ്കിൽ അത് ഇനി അടുത്ത ദിവസം ചോറ് വെച്ചാൽ മതി, കറി വെക്കണ്ട, കറി അവർക്ക് ഇഷ്ടമുള്ള കറി അവരുണ്ടാക്കട്ടെ. ഇങ്ങനെയൊക്കെ ചില തീരുമാനങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവരൊക്കെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യേണ്ടി വരും,
കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരും. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ലൈവ് കൗൺസിലിങ്ങിലെ ഏതെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ പറയുന്ന ചില വാക്കുകൾ, ആ വാക്കുകൾ അതാണ് അതിൻ്റെ എല്ലാ വിഷയത്തിലുള്ള നിലപാടെന്നല്ല. ഓരോ ചോദ്യങ്ങൾ, ആ അവസ്ഥകൾ, അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇതിൽ മറുപടികൾ പറയണത്. സ്വാഭാവികമായി അമ്മായിയമ്മമാരുടെ പ്രശ്നങ്ങൾ, ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ, അതും ഇതുപോലെ എഴുതി ചോദിക്കുകയാണെങ്കിൽ, അറിയിക്കുകയാണെങ്കിൽ അതിൽ ആരുടെ ഭാഗത്താണോ പ്രശ്നമുണ്ടാവാൻ സാധ്യത അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ, അവർക്ക് തിരുത്തലുകൾ വരുത്താവുന്ന രൂപത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് അതിൽ ഉത്തരങ്ങൾ നിങ്ങൾക്കും പ്രതീക്ഷിക്കാം. ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നുകൊണ്ടല്ല ലൈവ് കൗൺസിലിംഗ് മുന്നോട്ട് പോകുന്നത്. ശരിയുടെ പക്ഷത്ത് യഥാർത്ഥമായി കുടുംബ പ്രശ്നങ്ങളില്ലാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ലൈവ് കൗൺസിലിംഗ് നിർദ്ദേശങ്ങളായി നൽകുന്നത്. മൗലവി, ഒരു പെട്ടെന്നുണ്ടായ ഒരു മരണം, കുടുംബത്തിൻ്റെ ഒരു നാഥൻ്റെ മരണം, ആ കുടുംബത്തിലെ ഉമ്മക്ക്, ഉപ്പക്ക്, അതുപോലെ അവരുടെ മക്കൾക്ക്, സഹപ്രവർത്തകർക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ ആഘാതം, അത്തരമൊരു പ്രയാസകരമായ ഒരു സാഹചര്യം എല്ലാവരും അനുഭവിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാവരോടുമുള്ള ഒരു ഉപദേശം, അദ്ദേഹത്തിൻ്റെ ഒരു മരണം സംഭവിക്കുന്നത് ഒരു ഉംറ യാത്രയൊക്കെ കഴിഞ്ഞ് ഒക്കെ മടങ്ങി വന്ന് അടുത്ത ദിവസത്തിൽ തന്നെയാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ കുടുംബത്തിന് അതുപോലെ സഹപ്രവർത്തകർക്കൊക്കെ സമാധാനം ലഭിക്കുന്ന ഒരു ചെറിയൊരു ഉപദേശം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറഞ്ഞാൽ അത് നിശ്ചയിക്കുന്ന ഒരു അവധിയാണ്. ലയസ്തഹറും സാഹത്തിന് വലയസ്തക, മുന്നോട്ടില്ല പിന്നോട്ടില്ല. അത് നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഗർഭപാത്രത്തിൽ വെച്ച് എഴുതപ്പെടുന്ന ഒരു ഡേറ്റാണ്. അതിൽ നമ്മുടെ മരണം എന്തായിരിക്കും സംഭവിച്ചിരിക്കും. അപ്പോൾ നമ്മളൊരാൾ മരിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ മരണം പ്രതീക്ഷിക്കണം. എപ്പോഴും നമ്മുടെ ഭാര്യ മരിക്കും, നമ്മുടെ ഭർത്താവ് മരിക്കും, മക്കൾ മരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം രോഗങ്ങൾ, അപകടങ്ങൾ, ധാരാളം സംഗതി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ മരിക്കില്ലെന്നും എന്നും കൂടെ ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഒരു മരണത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ മരണം ഒരു വിധിയാണെന്നും മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഒരു മരണത്തിനൊരാഘാതമുണ്ട്. നമ്മൾ അതിപ്പോൾ സൊഫിയ എന്ന് പറയല്ലോ ഹദീസിൽ, ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്ന്. ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരണപ്പെട്ടാൽ അതിന് പകരം സ്വർഗം കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പ്രിയപ്പെട്ടവൻ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രിയപ്പെട്ടത് മകളാവാം, വാപ്പയാകാം, ഭർത്താവാകാം. അപ്പോൾ ഒരു പ്രിയപ്പെട്ട ആളുടെ മരണം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ആഘാതമുണ്ടാക്കുന്നതിൻ്റെ മരണം. കാരണം വേറെയുള്ളതിനൊക്കെ നമുക്കൊരു ഉത്തരമുണ്ട്, മറ്റിതിന് ഉത്തരമില്ല. നാളെ മുതൽ ഇയാളില്ല എന്നുള്ളതാണ്. അതൊരു വല്ലാത്ത തിരിച്ചറിവാണത്. അപ്പോൾ അതുകൊണ്ട് അത് ചിന്തിക്കുമ്പോൾ എന്തില്ല അറിയോ, അറ്റമില്ലാത്തൊരു സംഗതിയാണത്. ഭർത്താവ് മരിക്കുമ്പോൾ ഭർത്താവില്ലാത്ത ഒരു ജീവിതം, ഒരൊറ്റപ്പെടൽ, ഏകാന്തത, ആ ശൂന്യത, അതിനൊന്നും ആർക്കും പരിഹരിക്കാൻ പറ്റാത്തതാണ് അതെന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ ഒരു മകൻ മരിക്കുക, മകൾ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവണം. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു മരണം സംഭവിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സ്വർഗം കിട്ടാനുള്ള ഒരു മുസീബത്താണ്, ഒരു വലിയ ദുരന്തമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ പറ്റും. പിന്നെ ഏതൊരു മരണത്തിനും എന്തുണ്ട് അറിയോ, ഏതൊരു മനുഷ്യൻ്റെ പ്രകൃതി അനുസരിച്ച് തന്നെ എന്താ വെച്ചാൽ നമുക്കൊരു ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദുഃഖം നീങ്ങും. മനസ്സിലായി? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മരണം വീട്ടിൽ ചെല്ലുമ്പോൾ ആളുകളൊക്കെ ഏതൊരു അവസ്ഥയിലേക്ക് കയറും. മൂന്നാമത്തെ ദിവസം നമ്മൾ താഴ്ചയത്തിന് ചെല്ലുമ്പോൾ അവരങ്ങനെയല്ലല്ലോ. 3 ദിവസം കൊണ്ട് അവർക്കൊരു ചേഞ്ചായി. മനസ്സിലേ? മരിച്ച അന്ന് പറയും സ്വാഭാവികമായിട്ടും ഇങ്ങനെ രോഗിയാണെങ്കിലും ഇങ്ങനെ അവശനാണെങ്കിലും അയാൾ ഈ മൂലയിൽ ഉണ്ടാകുമ്പോൾ എനിക്കൊരു ധൈര്യമാണ്, ഒരു കൂട്ടാണ് എന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടാവും. മൂന്നാമത്തെ നമ്മൾ താഴ്ചയത്തിന് ചെല്ലുമ്പോൾ അവരെന്താ പറയുക അറിയോ, ഇങ്ങനത്തെ ഈ കടത്തം കിടക്കണേക്കാളും നല്ലത് പോവുകയായിരുന്നു നല്ലത്. അത് ഉൾക്കൊണ്ട് വരികയാണ്. മനസ്സിലേ? പിന്നെ അവർ പറയും എന്താണിപ്പോൾ 5 നേരം നിസ്കരിച്ചിരുന്ന ആളല്ലേ, എല്ലാ ഭക്തനും പള്ളിയിൽ പോയിരുന്ന ആളല്ലേ, അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ അടുക്കലല്ലേ, നമ്മളെക്കാളും സുഖക്കാരും ചിലപ്പോൾ അവിടെ ഖബറിൽ. അപ്പോൾ നമ്മൾ സമാധാനത്തിലേക്ക് വരികയാണ്. അപ്പോൾ എപ്പോഴും നമ്മളെന്താണ്, ഒരു നിശ്ചിതമായൊരു ഡ്യൂറേഷൻ, ഒരു ദുഃഖത്തിൻ്റെ സമയമുണ്ട്. ആ സമയം ഉണ്ടാകുന്ന ദുഃഖം കുറച്ച് കഴിഞ്ഞാൽ മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. മരിച്ച അന്നത്തെ ദിവസത്തോലെ ആവില്ല മൂന്നാമത്തെ ദിവസം എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. പിന്നെ ഇത്തരം മരണങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എന്ത് വേണം, ആളുകളുടെ സാന്നിധ്യം ഭയങ്കരമായി ധൈര്യം നൽകും. ബന്ധുക്കൾ. അപ്പോൾ ഇവരെ ഒറ്റപ്പെട്ട് ജീവിക്കാതിരിക്കാനായിരിക്കും. അപ്പോൾ വാപ്പ മരിച്ചാൽ എന്ത് ചെയ്യുക, കല്യാണം കഴിച്ചു പോയ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യുക, ഒരു 15 ദിവസത്തേക്കോ 20 ദിവസത്തേക്കോ എന്ത് ചെയ്യുക, അവിടെ വന്ന് താമസിക്കുക.
നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളൊരു പ്രശ്നമാക്കണ്ട, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ വിളിച്ചാൽ നമ്മളിവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുക അപ്പോഴേ ഞങ്ങൾ പോവുള്ളൂ, അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇനി ഞാൻ പോവുകയാണെങ്കിൽ മറ്റോട് വന്ന് നിൽക്കും എന്ന് പറയുന്ന ഒരു ബന്ധുക്കളുടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ. ഇത് പലപ്പോഴും ബന്ധുക്കളാണ് ഈ ദുഃഖങ്ങളെ പരിഗണിക്കാത്ത ആൾക്കാർ. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ എന്ത് ചെയ്യും, ഗൾഫിലുള്ളവരൊക്കെ ഇങ്ങോട്ട് വരും ഒരു വരവ്, എന്നിട്ട് വീടിരുന്ന് അറിയും, മനസ്സിലായി. ഒരു 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നിച്ചാണ് പോവും. അവർക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എന്താ ഒരു ആത്മധൈര്യം, അതാണ് ഇസ്ലാം കാണുന്നത്. ആ മരിച്ചോടത്ത ആളുകൾ കൂടുതൽ കൂടണമെന്നും ജനാസിൻ്റെ കൂടെ പോകണമെന്നും തഅസിയത്ത് നടത്തണമെന്നൊക്കെ പറയുന്നതിന് മറ്റുള്ളവരുടെ സാന്നിധ്യം നമുക്ക് എന്ത് ചെയ്യാണ്, വല്ലാത്ത സമാധാനം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചില സംഗതികൾ, ഇങ്ങനത്തെ പോസിറ്റീവായ ചില ചിന്തകൾ, പരലോകത്തെ ചില വിചാരങ്ങൾ, ഇതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ആലോചന, ഇതൊരു വിധിയാണെന്ന വിശ്വാസം, അതേപോലെ തന്നെ ബന്ധുക്കളുടെ സാന്നിധ്യം, ഇതിൻ്റെയൊക്കെ കുറവിനനുസരിച്ച് ദുഃഖം കനപ്പെടും. ചിലപ്പോൾ അതെന്ത് ചെയ്യും, ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകും, അങ്ങനത്തെ അവസ്ഥ വരും. ഇങ്ങനെയൊക്കെ നമുക്കിതിനെ ഇതൊക്കെ ഈ സാമൂഹിക സാഹചര്യങ്ങളും ചുറ്റുപാടുകളിലും മാത്രമേ നമുക്കൊരു ദുഃഖത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇന്നത്തെ ലൈവ് കൗൺസിലിങ്ങിൻ്റെ സമയം അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും ഇതേ സമയത്ത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇതൊരു നന്മയായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസ്സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.